പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇപ്പോൾ കഴിഞ്ഞ റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ റിസൾട്ടുകളെ സംബന്ധിച്ചാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. ഈ വീഡിയോയിലൂടെ റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻറ്റിലെ മത്സരങ്ങളുടെ റിസൾട്ട് മാത്രമാണ് പങ്കുവെക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ വരുന്ന വീഡിയോസിലൂടെ ഞാൻ പങ്കുവെക്കുന്നതാണ്. അപ്പോൾ റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ ആദ്യ മത്സരം വുമൺസ് റോയൽ റംബിൾ മത്സരമായിരുന്നു. വുമൺസ് റോയൽ റംബിൾ മത്സരം തുടങ്ങുന്നത് നട്ടാലിയയും തിരിച്ചു വന്ന നയോമിയും കൂടിയിട്ടായിരുന്നു. വുമൺസ് റോയൽ റംബിൾ മത്സരം തന്നെയായിരുന്നു ഇന്നത്തെ റോയൽ റംബിളിലെ ഏറ്റവും മികച്ച മത്സരം. സർപ്രൈസുകൾ ഒട്ടനവധി ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് മറ്റൊരു ഡീറ്റെയിൽഡ് വീഡിയോയിലൂടെ നോക്കാം. മത്സരത്തിൻ്റെ റിസൾട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അവസാനത്തെ ഒരു 3 റെസ്ലേഴ്സായി വന്നത് ലിവ് മോർഗൻ, ജേഡ് കാർഗിൽ, ബെയ്ലി തുടങ്ങിയവരാണ്. ഇതിൽ ലിവ് മോർഗൻ, ജേഡ് കാർഗിൽ തുടങ്ങിയവരെയൊക്കെ പെട്ടെന്ന് എലിമിനേറ്റ് ചെയ്തിട്ടാണ് ബെയ്ലി വിജയിക്കുന്നത്. എല്ലാ പ്രഡിക്ഷൻസും എല്ലാ റിസൾട്ടുകളും എല്ലാവരും പറഞ്ഞതുപോലെ ഉള്ള ഒരു റിസൾട്ട് തന്നെയാണ് നമുക്ക് ഇന്നത്തെ വുമൺസ് റോയൽ റംബിൾ മത്സരത്തിൽ കാണാൻ സാധിച്ചത്. ബെയ്ലിയുടെ വിജയം അത് ഡാമേജ് കൺട്രോളിൽ കുറേയധികം ക്രാക്ക് ഉണ്ടാക്കുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. രണ്ടാമത്തെ മത്സരം അൺഡിസ്പ്യൂട്ടഡ് WWE യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. നിലവിലെ ചാമ്പ്യനായ റോമൻ റെയിൻസ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത് റാൻഡി ഓർട്ടൺ, LA നൈറ്റ്, AJ സ്റ്റൈൽസ് തുടങ്ങിയ 3 റെസ്ലേഴ്സിന് എതിരെയാണ്. ഈ ഒരു ഫേറ്റൽ ഫോർവേ മത്സരം പ്രതീക്ഷിച്ചതിനേക്കാൾ നേരത്തെ കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ സോളോ സിക്കോവയുടെ ഇന്റർഫിയറൻസ് ഒക്കെ മത്സരത്തിൽ കാണാൻ സാധിച്ചു. AJ സ്റ്റൈൽസിനെ പിൻഫോളിലൂടെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് റോമൻ റെയിൻസ് ടൈറ്റിൽ റിട്ടേൺ ചെയ്തത്. LA നൈറ്റിനെയും റാൻഡിയോർട്ടനെയും മികച്ച രീതിയിൽ കാണിക്കാൻ അവർ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. എന്തായാലും മത്സരം അതിഗംഭീരമാണെന്നൊന്നും പറയാൻ സാധിക്കില്ലെങ്കിലും നോർമൽ നമ്മൾ റോമൻ റെയിൻസിൻ്റെ മത്സരത്തിൽ കാണാൻ സാധിക്കുന്ന ഒരു സ്ലോ പേസ് മത്സരം ഈ ഒരു മാച്ചിൽ നമുക്ക് കാണാൻ സാധിച്ചില്ല. അതൊരു ഫേറ്റൽ ഫോർവേ ആയതുകൊണ്ടാണ്. കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ വരുന്ന വീഡിയോസിലൂടെ പങ്കുവെക്കാം. മൂന്നാമത്തെ മത്സരം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ലോഗൻ പോൾ കെവിൻ ഓവൻസിനെതിരെ ഡിഫെൻഡ് ചെയ്ത ചാമ്പ്യൻഷിപ്പ് മത്സരത്തെ സംബന്ധിച്ചാണ്. ലോഗൻ പോൾ മത്സരത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ അദ്ദേഹം ആ ഒരു ബ്രാസ് നക്കിൾസ് ഇട്ടുകൊണ്ട് നോക്കൗട്ട് ചെയ്ത് കെവിൻ ഓവൻസിനെ പരാജയപ്പെടുത്താനാണ് ശ്രമിച്ചത്. എന്നാൽ ആ ഒരു ബ്രാസ് നക്കിൾസ് എങ്ങനെയോ കെവിൻ ഓവൻസ് വാങ്ങി. കെവിൻ ഓവൻസ് പിന്നീട് ലോഗൻ പോളിനെ നോക്കൗട്ട് ചെയ്യുന്നുണ്ട്. റഫറി പിൻ ചെയ്യുന്നുണ്ട്. എന്നാൽ അവസാനത്തെ 3ാമത്തെ കൗണ്ടിന് മുൻപ് റഫറി കെവിൻ ഓവൻസിൻ്റെ കയ്യിൽ ആ ഒരു നക്കിൾസ് കാണുന്നുണ്ട്. അങ്ങനെ ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ മത്സരം അവസാനിപ്പിക്കുന്നു. ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ അവസാനിച്ചത് കൊണ്ട് തന്നെ ലോഗൻ പോളിന് ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. മത്സരശേഷം ലോഗൻ പോളിനെ പവർ ബോംബ് കമൻറ്റേഴ്സ് ടേബിളിലേക്ക് കെവിൻ ഓവൻസും ചെയ്യുന്നതായി കാണാൻ സാധിച്ചു. ഒരു റീമാച്ച് വരാൻ സാധ്യതയുണ്ട്. 4ാമത്തെയും അവസാനത്തെയും മത്സരം മെൻസ് റോയൽ റംബിൾ മത്സരമായിരുന്നു. മത്സരം ആരംഭിച്ചത് ജിമ്മിയും ജേയും തമ്മിലുള്ള ആ ഒരു ഫൈറ്റോട് കൂടിയിട്ടാണ്. പിന്നീട് അങ്ങോട്ട് നമ്മൾ പ്രതീക്ഷിച്ച പല താരങ്ങളുടെയും ഒരു വരവ് നമുക്ക് കാണാൻ സാധിച്ചു. വലിയ റിട്ടേൺ ഒന്നും നമുക്ക് ഈ ഒരു മത്സരത്തിൽ ഉണ്ടായിരുന്നില്ല. അത് ക്രൗഡും വളരെ രീതിയിൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരുന്നു. എന്നാൽ റിട്ടേൺ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ക്രൗഡും വളരെ ഡിസപ്പോയിൻ്റ് ആകുന്നതാണ് നമുക്ക് ഈ ഒരു റോയൽ റംബിളിൻ്റെ അവസാന ഭാഗങ്ങളിൽ കാണാൻ സാധിച്ചത്. അവസാന 4 റെസ്ലേഴ്സായി വന്നത് ഗുന്തർ, ഡ്രൂ മാക്കൻഡയർ, CM പങ്ക്, കോഡി റോഡ്സ് ആണ്. ഇതിൽ ഗുന്തർ എലിമിനേറ്റ് ചെയ്യപ്പെടുന്നു. പിന്നീട് CM പങ്ക് ഡ്രൂ മാക്കൻഡയറിനെ എലിമിനേറ്റ് ചെയ്യുന്നു. പിന്നീട് കുറേയധികം നേരം കോഡി റോഡ്സും CM പങ്കും തമ്മിലുള്ള ഒരു ഫൈറ്റ് നമുക്ക് കാണാൻ സാധിച്ചു. ക്രൗഡ് വളരെ ഡിസപ്പോയിൻ്റ് ആയിരുന്നു. കൂടാതെ പങ്ക് വളരെയധികം ഒരു ക്ഷീണിതനായിട്ടാണ് മത്സരത്തിൽ കാണാൻ സാധിച്ചത്. അവസാനം നമ്മുടെ എല്ലാവരുടെയും പ്രഡിക്ഷൻ തെറ്റിച്ചുകൊണ്ട് കോഡി റോഡ്സ് 2ാമത്തെ തവണയും മെൻസ് റോയൽ റംബിൾ തുടർച്ചയായി വിജയിക്കുന്നതാണ് കാണാൻ സാധിച്ചത്. CM പങ്കിന് വിജയിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ കോഡി റോഡ്സ് ആ ഒരു റസൽമീനിയ ലോഗോയിലേക്ക് കൈ ചൂണ്ടുന്നതിൻ്റെ ഒപ്പം തന്നെ റോമൻ റെയിൻസ് ആ കാണികളുടെ ഏറ്റവും മുകൾ വശത്ത് ഇരുന്നായിരുന്നു. അപ്പോൾ റോമൻ റെയിൻസിനെയും കൈ ചൂണ്ടുന്നുണ്ട്. അപ്പോൾ റോമൻ റെയിൻസിനെയാണ് കോഡി റോഡ്സ് ചലഞ്ച് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതും ഉറപ്പായിരിക്കുന്നു. മെൻസ് റോയൽ റംബിൾ മത്സരം വലിയൊരു ഗംഭീര മത്സരമാണോ എന്ന് ചോദിക്കുമ്പോൾ നമുക്കത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂമായി ഞാൻ അടുത്തൊരു വീഡിയോയുമായി ഉടനെ വരുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.